സത്യം പറയാമല്ലോ, ഓരോ ISRO ലോഞ്ച് കാണുമ്പോഴും പണ്ട് ഭാര്യയെ സിസേറിയന് വേണ്ടി കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് കാത്തു നിന്നതിനേക്കാൾ ടെൻഷൻ നിറഞ്ഞ അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസത്തെ GSLV ലോഞ്ച് സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. അതുപോട്ടെ, ആകാശത്തൂടെ കുടയും ചൂടിപ്പോകുന്ന ഈ ചെങ്ങാതി ഏതാണപ്പാ? ഓണക്കാലത്ത് വന്ന മാവേലിയെ അങ്ങ് ബഹിരാകാശത്ത് എത്തിച്ചോ? അങ്ങനെയൊന്നും അല്ല കൂട്ടുകാരെ. ഇതാണ് നാസയും ISROയും ചേർന്ന് തയ്യാറാക്കിയ, കഴിഞ്ഞ ദിവസം നമ്മുടെ അഭിമാനമായ GSLVയിൽ വിക്ഷേപിച്ച നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന ചുരുക്കപ്പേരിലുള്ള ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹങ്ങളിലൊന്നായ നിസാർ. പേരുപോലെ തന്നെ ഇവനൊരു റഡാറാണ്. ഭൂമിയുടെ ഓരോ മുക്കും മൂലയും വിശദമായി ഒപ്പിയെടുത്ത് കാലാവസ്ഥയെയും പ്രകൃതി ദുരന്തങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും കുറിച്ചുള്ള സൂക്ഷ്മ വിവരങ്ങൾ വരെ ശേഖരിച്ച് മനുഷ്യരാശിക്ക് മുതൽക്കൂട്ടാകാൻ പോകുന്ന സാങ്കേതിക അത്ഭുതം. അവൻ്റെ റഡാർ സിഗ്നൽ റിസീവിംഗ് ആൻറ്റിനയാണ് ആ കുട പോലെ കാണുന്നത്. ഭാരതത്തിൻ്റെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ സുപ്രധാനമായ നാഴികക്കല്ലാണ് നിസാറിൻ്റെ വിക്ഷേപണം. നിസാർ എന്ന പേര് കേട്ട് ഇവനത്ര നിസ്സാരനാണ് എന്ന് കരുതല്ലേ. ലോകത്തിൽ ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും സങ്കീർണവും ചെലവേറിയതുമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. ഇത് വിക്ഷേപിച്ചത് നമ്മുടെ സ്വന്തം GSLVയിലാണ് എന്നത് ഓരോ ഭാരതീയർക്കും അഭിമാനമാണ്. ഇന്നത്തെ വിഷയം നിസാർ തന്നെയാകട്ടെ. റെഡിയല്ലേ? നമസ്കാരം കൂട്ടുകാരെ, സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധുനിക ബഹിരാകാശ യുഗത്തിൻ്റെ ആദ്യ പതിറ്റാണ്ട് രണ്ട് വൻശക്തികൾ തമ്മിലുള്ള വാശിയുടെയും മത്സരത്തിൻ്റെതുമായിരുന്നു. ആ വാശി ഒരുപാട് സാങ്കേതിക കുതിച്ചുചാട്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ടത് എന്നത് മറ്റൊരു സത്യം. ആ കാലത്ത് തന്നെ ഭാരതവും ബഹിരാകാശ ഗവേഷണം ആരംഭിച്ചെങ്കിലും വൻശക്തികളെപ്പോലെ വാരിയെറിയാൻ പണമില്ലാതിരുന്നത് കൊണ്ട് വൻ പദ്ധതികളൊന്നും നമുക്ക് സാധിച്ചിരുന്നില്ല. എങ്കിലും വലിയ വാശിയോടെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ബഹിരാകാശ വെടിക്കെട്ടുകൾ നടത്തുന്ന കാലത്തും ബഹിരാകാശം എങ്ങനെ മുഴുവൻ മാനവരാശിയുടെയും ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി ഉപയോഗിക്കണം, അതിനുവേണ്ടി എല്ലാവരും എങ്ങനെയൊക്കെ സഹകരിക്കണം എന്നതിനെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാട് യുഗപ്രഭാവനായ വിക്രം സാരാഭായ് നൽകിയിരുന്നു. ശീതയുദ്ധമൊക്കെ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ കൃത്യമായി ബഹിരാകാശ പദ്ധതികൾ സഹകരണത്തിൻ്റെ കരങ്ങൾ നീട്ടിയപ്പോൾ പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പരസ്പരം കടിച്ചു കീറാൻ നിന്ന അമേരിക്കയും റഷ്യയും യൂറോപ്പുമൊക്കെ സഹകരിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തന്നെ ഉണ്ടായി. അങ്ങനെ പരസ്പര സഹകരണത്തോടെ വൻശക്തികൾ നീങ്ങിത്തുടങ്ങിയപ്പോൾ പരിമിതികൾക്കകത്ത് നിന്ന് ബഹിരാകാശത്ത് നിർണായക നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ISROയും അന്താരാഷ്ട്ര സഹകരണത്തിൻ്റെ വാതിലുകൾ തുറന്നിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച വർക്ക് ഹോഴ്സ് റോക്കറ്റായ PSLVയിൽ അനേകം വിദേശ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. 2008 വിക്ഷേപിച്ച ചാന്ദ്രയാൻ 1 നാസയുടെ ഒരു പേലോഡും ഉണ്ടായിരുന്നു. അപ്പോഴും വലിയ പ്രോജക്റ്റുകളിൽ ഇന്ത്യയോട് സഹകരിക്കാൻ വമ്പന്മാർക്ക് മടിയായിരുന്നു. GSLVയുടെ വികസനം നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ക്രയോജനിക് എഞ്ചിനുകൾ തുടർച്ചയായി പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കെയാണ് 2007 നാസ വിശദമായ ഭൗമ നിരീക്ഷണത്തിനായി ഒരു സിന്തറ്റിക് അപ്പർച്ചർ റഡാർ വിക്ഷേപിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. എന്താണ് ഈ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ? ഇതിലെ ഓരോ വാക്കും വിശദീകരിക്കേണ്ടതുണ്ട്. സിന്തറ്റിക് എന്നാൽ കൃത്രിമമായി ഉള്ളത്, ശരിക്കും ഇല്ലാത്തത്, എന്നാൽ ശരിക്കും ഉള്ളതിൻ്റെ ഗുണം കിട്ടുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പർച്ചർ എന്നാൽ സിഗ്നലുകൾ സ്വീകരിക്കുന്ന തുറന്ന ഭാഗം. ക്യാമറയുടെ അപ്പർച്ചർ, കണ്ണിൻ്റെ അപ്പർച്ചർ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? റഡാർ നമുക്ക് സുപരിചിതമായ പദമാണ്. ഒരു സിഗ്നൽ അയച്ച് അത് ഒരു ഒബ്ജക്റ്റിൽ തട്ടി തിരികെ വരുമ്പോൾ ആ തിരികെ വന്ന സിഗ്നലിനെ അനലൈസ് ചെയ്ത് നിഗമനത്തിലെത്തി ഒരു ഫൈനൽ റിസൾട്ട് നൽകുന്ന സംവിധാനം. അപ്പോൾ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാൽ ഇല്ലാത്ത എന്നാൽ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു റഡാർ സംവിധാനം. ഭൗമ നിരീക്ഷണത്തിനായി നാസയും ISROയും എല്ലാം ധാരാളം ഉപഗ്രഹങ്ങൾ അയച്ചിട്ടുണ്ട്. പൊതുവെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ എന്നാണ് ഇവയെ പറയുക. ഏകദേശം
ഒരു 500-നും 700-നും കിലോമീറ്റർ ഉയരത്തിൽ ധ്രുവങ്ങളെ കവർ ചെയ്ത് തെക്ക് വടക്ക് ദിശയിലാണ് ഇവ പ്ലേസ് ചെയ്യുന്നത്. വളരെ കൂടിയ റെസല്യൂഷനിലുള്ള ക്യാമറകൾ ഉപയോഗിച്ച് തുടർച്ചയായി ഫോട്ടോകൾ എടുക്കുക, ഇതിനെ അനലൈസ് ചെയ്ത് നിഗമനങ്ങളിൽ എത്തുക എന്ന രീതിയാണ്. അങ്ങനെയാണ് മേഘങ്ങളുടെ രൂപഘടന, ആകൃതി ഒക്കെ അടിസ്ഥാനമാക്കി കാലാവസ്ഥാ പ്രവചനമൊക്കെ നടത്തുന്നത്. അതുപോലെ സമുദ്രത്തെയും ഭൂമിയെയും ഒക്കെ നിരീക്ഷിച്ച് സമുദ്രവിഭവങ്ങൾ, മത്സ്യസമ്പത്ത്, പ്രകൃതി വിഭവങ്ങൾ തുടങ്ങിയവയുടെ സാന്നിധ്യം, ഉപഗ്രഹ സർവേ എല്ലാം നടത്താനും റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ശത്രു രാജ്യങ്ങളെ നിരീക്ഷിക്കാനുള്ള ചാര ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതും ഈ രീതിയിൽ തന്നെയാണ്. കഴിയുന്നതും ഭൂമിയോടടുത്ത് 200-800 കിലോമീറ്ററിലുള്ള ലോ എർത്ത് ഓർബിറ്റിലാണ് ഇവയെ പ്ലേസ് ചെയ്യുക. പക്ഷേ എത്ര മികച്ചതായാലും ഒപ്റ്റിക്കൽ ക്യാമറകൾക്ക് വലിയ പരിമിതിയുണ്ട്. അത് ഉപയോഗിക്കുന്നത് ദൃശ്യപ്രകാശത്തെ, വിസിബിൾ ലൈറ്റിനെയാണ്. അപ്പോൾ അവ രാത്രിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. മേഘങ്ങൾ നിറഞ്ഞ അവസ്ഥയിൽ ഭൂമിയെ നിരീക്ഷിക്കാൻ കഴിയില്ല. ഭൂമിയുടെ അന്തരീക്ഷം മിക്കവാറും മേഘാവൃതമായിരിക്കും. അപ്പോൾ പകൽ സമയത്ത് കിട്ടുന്ന ഗ്യാപ്പിലൂടെ മാത്രമേ ഈ ഉപഗ്രഹങ്ങൾ പ്രയോജനപ്പെടുകയുള്ളൂ. എന്നാൽ വിസിബിൾ ലൈറ്റിന് പകരം റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ചാൽ അവ മേഘങ്ങളെ തുളച്ചു പോകും. രാത്രിയിലും കാണാം. ഇതെങ്ങനെയാണ്? നോക്കൂ, നാം എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത്? കാണേണ്ട വസ്തുവിൽ നിന്ന് വരുന്ന ലൈറ്റ് സിഗ്നലുകൾ നമ്മുടെ കണ്ണിൻ്റെ ലെൻസിലൂടെ കടന്ന് റെട്ടിനയിൽ സൃഷ്ടിക്കുന്ന ഇമേജിനെ തലച്ചോർ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. ഒരു ക്യാമറയിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. ഫോട്ടോ എടുക്കേണ്ട ഒബ്ജക്റ്റിൽ നിന്നുള്ള പ്രകാശം ക്യാമറയുടെ ലെൻസിലൂടെ ഫിലിമിലോ ഫോട്ടോ സെൻസറിലോ പതിപ്പിക്കുന്ന ആ ഇമേജുകളെ പ്രോസസ്സ് ചെയ്തെടുത്താണ് ഫൈനലായി ഫോട്ടോ ആക്കി മാറ്റുന്നത്. അവിടെ ഒരു സിഗ്നൽ, അത് പിടിച്ചെടുക്കാനും പ്രോസസ്സ് ചെയ്യാനുമുള്ള സംവിധാനം എന്നിവ അത്യാവശ്യമാണല്ലോ. കണ്ണിനും ക്യാമറയ്ക്കുമൊക്കെ വിസിബിൾ ലൈറ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിസിബിൾ ലൈറ്റിൻ്റെ പരിമിതികൾ ഇവയ്ക്കുണ്ട്. നമുക്ക് രാത്രി കാണാൻ കഴിയില്ലല്ലോ. എന്നാൽ മേൽ പറഞ്ഞതുപോലെ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേഡിയോ സിഗ്നലുകളെ സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്യാൻ സാധിച്ചാൽ മേഘങ്ങളെ തുളച്ചുപോയി അപ്പുറത്തുള്ളത് കാണാൻ കഴിയുമല്ലോ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഒബ്ജക്റ്റുകളിൽ നിന്ന് സ്വാഭാവികമായി റേഡിയോ സിഗ്നലുകൾ വരുന്നില്ല. കാരണം അവ അത് പ്രതിഫലിപ്പിക്കുന്നില്ല. സൂര്യപ്രകാശത്തിൽ പ്രധാനമായുള്ളത് വിസിബിൾ ലൈറ്റും അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് സിഗ്നലുകളുമാണ്. അൾട്രാ വയലറ്റിനെ അന്തരീക്ഷത്തിന് മുകളിലുള്ള ഓസോൺ പാളികൾ മിക്കവാറും അത് വിഴുങ്ങുകയും ചെയ്യും. അപ്പോൾ കാണേണ്ട ഒബ്ജക്റ്റ് പ്രതിഫലിപ്പിക്കാനുള്ള റേഡിയോ സിഗ്നലുകൾ അവിടേക്ക് അയച്ച് പ്രതിഫലിച്ച് തിരിച്ചു വരണം. ഇരുട്ടിൽ നാം ടോർച്ചടിച്ച് നോക്കുന്നത് പോലെ ഒരു വസ്തുവിനെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ ഇങ്ങനെ ഒരു റേഡിയോ വേവ്സ് അയച്ച് വസ്തുക്കളെ ഡിറ്റക്റ്റ് ചെയ്യുന്ന സംവിധാനമാണ് റഡാർ. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ ഒരു ഉപഗ്രഹത്തിന് മേഘങ്ങളുടെ തടസ്സമില്ലാതെ രാത്രിയും പകലും ഭൂമിയെ നിരീക്ഷിക്കാൻ എന്ത് ചെയ്യണം? ഉപഗ്രഹത്തിൽ ഒരു റഡാർ ഫിറ്റ് ചെയ്യുക. ആ റഡാർ അയക്കുന്ന സിഗ്നലുകൾ ഭൂമിയിൽ തട്ടി തിരിച്ചുപോയി ഉപഗ്രഹം സ്വീകരിച്ച് പ്രോസസ്സ് ചെയ്ത് ഇമേജുകളാക്കി മാറ്റുക. ഇങ്ങനെയുള്ള റഡാർ ഉപഗ്രഹങ്ങൾ ഒട്ടുമിക്ക ബഹിരാകാശ ശക്തികളും അയച്ചിട്ടുണ്ട്. ശരി, പക്ഷേ എന്താണപ്പാ ഈ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് വിശദീകരിച്ചില്ലല്ലോ? അതല്ലേ നിങ്ങൾ ചോദിച്ചത്? പറയാം. ഒരു ക്യാമറയുടെ പവർ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് അതിൻ്റെ അപ്പർച്ചർ, അഥവാ സിഗ്നലുകൾ സ്വീകരിക്കാനുള്ള ഭാഗം. അത് ക്യാമറയെ സംബന്ധിച്ചിടത്തോളം ലെൻസാണ്. ആ ലെൻസ് എത്രത്തോളം സിഗ്നലുകളെ സ്വീകരിക്കുന്നു, കടത്തിവിടുന്നു എന്നതിനനുസരിച്ചാണ്, അഥവാ അപ്പർച്ചറിനനുസരിച്ചാണ് ഇമേജിൻ്റെ ക്വാളിറ്റി മാറുന്നത്. ക്യാമറകളുടെയും ടെലസ്കോപ്പുകളുടെയും ഒക്കെ അപ്പർച്ചർ എത്ര വലുതാകുന്നോ അത്രയും നല്ല ഇമേജുകൾ ലഭിക്കും. ഒരു റഡാറിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. മടങ്ങി വരുന്ന സിഗ്നലുകൾ സ്വീകരിക്കുന്ന ആൻറ്റിനയുടെ ക്വാളിറ്റിയും വലിപ്പവുമാണ് മുഖ്യ ഘടകം. ഉപഗ്രഹങ്ങളിൽ ഭൗമ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന റഡാറുകളുടെ ആൻറ്റിനയ്ക്കും ഇത് ബാധകമാണ്.
ഉപയോഗിക്കുന്ന റഡാർ സിഗ്നലുകളുടെ വേവ് ലെങ്ത് അനുസരിച്ച് ഇതിന് വ്യത്യാസവും ഉണ്ടാകും. ഈ റഡാർ ആൻറ്റിനയ്ക്ക് ഒരു 100 കിലോമീറ്റർ നീളമുണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന റിസൾട്ടിന് മില്ലിമീറ്റർ ലെവലിലുള്ള കൃത്യതയുണ്ടാകും. പക്ഷേ ബഹിരാകാശത്ത് കിലോമീറ്ററുകൾ നീളമുള്ള ആൻറ്റിന വയ്ക്കുക എന്നത് അസാധ്യമാണ്. അങ്ങനെയൊന്ന് അവിടെ എത്തിക്കാനും പ്രയാസമാണ്. അപ്പോൾ അത്ര വലിയ ഒരു അപ്പർച്ചർ എങ്ങനെ ഉണ്ടാക്കും? അവിടെയാണ് ഒരു എഞ്ചിനീയറിംഗ് വൈഭവം കിടക്കുന്നത്. സാറ്റലൈറ്റ് ഭൂമിയിലെ ഒരു പോയിന്റിനെ തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ട് ഒരു 100 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അത്രയും സമയം അവിടെ നിന്ന് കിട്ടുന്ന സിഗ്നലുകളെ എല്ലാം ക്രോഡീകരിച്ച് ഒരു ഇമേജാക്കി മാറ്റുമ്പോൾ 100 കിലോമീറ്റർ നീളമുള്ള ഒരു ആൻറ്റിന സ്വീകരിച്ച സിഗ്നലിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത ഇമേജ് പോലെ തന്നെ ഫൈനൽ റിസൾട്ട് ലഭിക്കുന്നു. അതായത് 100 കിലോമീറ്റർ നീളമുള്ള ഒരു അപ്പർച്ചർ ഫിസിക്കലി ഇല്ലാതെ തന്നെ ആ റിസൾട്ട് ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ സിന്തറ്റിക് അപ്പർച്ചർ എന്ന് പറയുന്നത്. ആ സാറ്റലൈറ്റിൽ മാക്സിമം പരമാവധി വലിപ്പത്തിൽ ഒരു ആൻറ്റിന കൂടി സ്ഥാപിച്ചാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇമേജുകളുടെ റിസൾട്ട് 10 മടങ്ങ് വർദ്ധിക്കും. ഇപ്പം നമുക്ക് നല്ല പരിചയമുള്ള ഒരു പദമുണ്ട് സ്പേസ് ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം. ജിയോ സിൻക്രണസ് ഓർബിറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്നുള്ളത്. ഈ ഓർബിറ്റിൻ്റെ ഹൈറ്റ് കൂടുന്തോറും ഉപഗ്രഹത്തിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി കുറയും. അങ്ങനെ കുറഞ്ഞ് അത് ഒരു 36,800 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ഭൂമിയുടെ ഭ്രമണത്തിന് തുല്യ വേഗതയിലാകും. ആ ഓർബിറ്റിൽ നിൽക്കുന്ന ഒരു ഉപഗ്രഹം എപ്പോഴും ഭൂമിയിലെ ഒരു പോയിന്റിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. അതായത് വെർച്വലി അത്രയും ഉയരത്തിൽ ഒരു ടവർ സ്ഥാപിക്കുന്നത് പോലെ. ഈ കമ്മ്യൂണിക്കേഷൻ ടവറുകൾ എത്ര ഉയരത്തിൽ സ്ഥാപിക്കുന്നോ അത്രത്തോളം അതിൻ്റെ റേഞ്ച് കൂടുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ 36,800 കിലോമീറ്റർ ഉയരമുള്ള ഒരു ടവറിൻ്റെ അറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു റിസീവറിൽ നിന്ന് കിട്ടുന്ന സിഗ്നലുകൾ പോലെയാണ് ആ ഓർബിറ്റിൽ നിൽക്കുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ റോൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിതിനെ കമ്പയർ ചെയ്യാം. സാറ്റലൈറ്റ് റേഡിയോ സിഗ്നലുകൾ പലതരത്തിലുണ്ട്. കേട്ടിട്ടില്ലേ? സി ബാൻഡ്, എക്സ് ബാൻഡ്, ക്യൂ ബാൻഡ്, എസ് ബാൻഡ്, എൽ ബാൻഡ് എന്നൊക്കെ. ഇതെല്ലാം സിഗ്നലുകളുടെ വേവ് ലെങ്തും ഫ്രീക്വൻസിയും അനുസരിച്ചുള്ള വ്യത്യാസങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ സംപ്രേഷണം, അങ്ങനെ ഓരോ പർപ്പസിനും ഓരോ ബാൻഡ്, ഓരോ ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത്. ഭൗമ നിരീക്ഷണത്തിനായി സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകളിൽ ഉപയോഗിക്കുന്നത് പ്രധാനമായും എസ് ബാൻഡ്, എൽ ബാൻഡ് എന്നീ ഫ്രീക്വൻസികളാണ്. ഇന്നേ വരെ വിക്ഷേപിച്ചിട്ടുള്ള എല്ലാ സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകളിലും ഇവയിലേതെങ്കിലും ഒരു ഫ്രീക്വൻസിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെയാണ് നിസാർ വ്യത്യസ്തമാകുന്നത്. നിസാറിൽ എൽ ബാൻഡും എസ് ബാൻഡും ഉപയോഗിക്കുന്നു. ഇങ്ങനെ 2 ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നലുകൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുമ്പോൾ മില്ലിമീറ്റർ ലെവലിലുള്ള മാറ്റങ്ങൾ പോലും ഒപ്പിയെടുക്കാൻ കഴിയും. കൂടാതെ 12 മീറ്റർ ഡയമീറ്ററുള്ള ഒരു കൂറ്റൻ ആൻറ്റിന കൂടി ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഈ 2 റഡാർ സിഗ്നലുകളെ അതിസൂക്ഷ്മതയോടെ അനലൈസ് ചെയ്യാൻ സാധിക്കും. 783 കിലോമീറ്റർ ഉയരത്തിലുള്ള പോളാർ ഓർബിറ്റിൽ ധ്രുവങ്ങളെ ചുറ്റിയാണ് നിസാറിൻ്റെ ഓർബിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ചുറ്റി വരുമ്പോഴും നിരീക്ഷിക്കുന്ന ഭൂഭാഗങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ 12 ദിവസം കൊണ്ട് ഭൂമിയുടെ ഓരോ ഇഞ്ചും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച് ഡാറ്റയാക്കി മാറ്റും. ഈ അതിസൂക്ഷ്മത കൊണ്ട് തന്നെ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകളിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഭൂകമ്പ സാധ്യതകൾ, മലയിടിച്ചിൽ, മറ്റു പ്രകൃതിക്ഷോഭങ്ങൾ എല്ലാം കൃത്യമായി നിരീക്ഷിക്കാം, പ്രവചിക്കാം. ഈ ഡേറ്റകളെല്ലാം രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കുന്നു. മണ്ണിൻ്റെ ഘടന, കാടുകളുടെ സ്ഥിതി തുടങ്ങിയ പരിസ്ഥിതി സംബന്ധമായ എല്ലാ ഡേറ്റകളും ഇതിൽ നിന്ന് ലഭിക്കും. ധ്രുവങ്ങളിലെ പോളുകളിലെ ഹിമാനികളുടെ ഉരുകൽ, അവയുടെ ചലനം എല്ലാം ലോക കാലാവസ്ഥയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ആ ചലനങ്ങളും സൂക്ഷ്മതയോടെ രേഖപ്പെടുത്തുമ്പോൾ കാലാവസ്ഥാ പ്രവചനം കൂടുതൽ കൃത്യമാകും. ഈ ഡേറ്റ എല്ലാം ലോകം മുഴുവൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അവിടെയാണ് നിസാർ വിശ്വമാനവികതയുടെ പ്രതീകമാകുന്നത്. 2007 നാസ ഇങ്ങനെയൊരു സംവിധാനത്തെപ്പറ്റി ആലോചിച്ചു തുടങ്ങുന്നത് എന്ന് പറഞ്ഞല്ലോ. ബഹിരാകാശം മാനവരാശിക്ക് എന്നത് ഭാരതത്തിൻ്റെ പ്രഖ്യാപിത നയമായതുകൊണ്ട്
ISROയും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചു. 2012 നാസ തത്വത്തിൽ അംഗീകരിച്ചു എങ്കിലും എങ്ങനെ, ഏതൊക്കെ കാര്യങ്ങളിലാണ് സഹകരിക്കാൻ പോകുന്നത് എന്നതിൽ വ്യക്തതയില്ലായിരുന്നു. 2015 എൽ ബാൻഡ് റഡാർ, ഉപഗ്രഹ ബോഡി എന്നിവ ഇന്ത്യയും എസ് ബാൻഡ് റഡാർ, ആൻറ്റിന തുടങ്ങിയവ നാസയും നിർമ്മിക്കുമെന്നുള്ള കരാറായത്. അപ്പോഴും എവിടെ നിന്ന് ഏത് റോക്കറ്റിലാണ് വിക്ഷേപിക്കുക എന്നതിൻ്റെ ധാരണയായിരുന്നില്ല. സ്പേസ് ഷട്ടിലിന് ശേഷം നാസ സ്വന്തമായി വിക്ഷേപണങ്ങൾ നടത്തുന്നില്ല. അവരുടെ പ്രോജക്റ്റുകൾ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സോ, യൂറോപ്യൻ സ്പേസ് ഏജൻസിയോ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് GSLV ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞതും വിശ്വസ്തവുമായ റോക്കറ്റായി മാറുന്നത്. അങ്ങനെയാണ് 1/3 ചെലവിൽ കൃത്യമായി നിസാറിനെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും GSLVയിൽ ലോഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നത്. നോക്കൂ, ഇന്നേ വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റാണ് നിസാർ. 10 വർഷമെടുത്താണിത് നിർമ്മിച്ചത്. $150 കോടി, അതായത് 11,000 കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ്. ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്ന ഈ ഉപഗ്രഹം ഇനിയും ധാരാളം ഘട്ടങ്ങളിലൂടെ കടന്നു പോകാനുണ്ട്. സോളാർ പാനലുകൾ നിവർത്തണം, അതിൻ്റെ 9 മീറ്റർ നീളമുള്ള യന്ത്രക്കൈകൾ നിവർത്തി അതിൽ ഒടിച്ചു മടക്കി വച്ചിരിക്കുന്ന കൂറ്റൻ ആൻറ്റിന വിടർത്തണം, ഓരോ ഭാഗങ്ങളും വീണ്ടും വീണ്ടും പരിശോധിച്ചുറപ്പുവരുത്തണം. അങ്ങനെ ഏതാണ്ട് 90 ദിവസം, 3 മാസത്തിന് ശേഷമേ നിസാർ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാവുകയുള്ളൂ. നിസാറിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റ കൈകാര്യം ചെയ്യുക എന്നത് മറ്റൊരു ടെക്നോളജിക്കൽ മാർവലാണ്. ഒരു ദിവസം 80 TB ഡേറ്റയാണ് ഇവൻ നൽകുക. അങ്ങനെ എത്രയോ ഭീമമായ ഡേറ്റയായിരിക്കും വർഷങ്ങൾ കൊണ്ട് ലഭിക്കാൻ പോകുന്നത്. ഈ വൻ ഡേറ്റ കൈകാര്യം ചെയ്യാൻ പ്രത്യേക നെറ്റ്വർക്കുകൾ തന്നെ 2 ഏജൻസികളും ചേർന്ന് തയ്യാറാക്കി കഴിഞ്ഞു. നിസാറിൻ്റെ ലോഞ്ചിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. ഇന്നലെ വരെ ഇന്ത്യയെ പരിഹാസത്തോടെ കണ്ടിരുന്ന വൻശക്തികൾ അവരുടെ ചെലവേറിയ പദ്ധതികൾക്ക് ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നതും, ഇന്ത്യക്ക് ക്രയോജനിക് ടെക്നോളജി ലഭിക്കുന്നതിനെ ഒരിക്കൽ അമേരിക്ക നേരിട്ടിറങ്ങി പാരവെച്ച സംഭവവും, എന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് വികസിപ്പിച്ച അതേ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കുന്ന റോക്കറ്റിൽ നാസയുടെയും കൂടി സഹകരണത്തോടെയുള്ള പ്രോജക്റ്റ് വിക്ഷേപിക്കുന്നു എന്നതൊക്കെ എന്തൊരു നിയോഗമാണെന്ന് നോക്കൂ. ഇതേ ലോകശക്തികൾ ഭാരതത്തെ ഇന്ന് ഈക്വൽ സ്റ്റാറ്റസിൽ കാണാനും ബഹുമാനിക്കാനും ഇൻ്ററാക്ട് ചെയ്യാനും തയ്യാറാകുന്നു എന്നുള്ളിടത്തുകൂടിയാണ് ഈ നിസാർ വലിയ ഒരു നാഴികക്കല്ലാവുന്നത്. അതേ സുഹൃത്തുക്കളെ, ചരിത്രം പകവീട്ടുന്നത് വളരെ നിർദ്ദയമായിട്ടാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്തുമൊക്കെ പിന്തുണയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.